നമസ്കാരം. മാത് വി +1 +2 ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. മാർച്ച് 2024 നടക്കാൻ പോകുന്ന +2 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ PYQ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവിടെ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് നോക്കൂ. ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നാമത്തെ ചോദ്യമാണ്. d²y/dx² the whole cube plus dy/dx the whole square plus dy/dx plus 1 equal to 0 ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിന്റെ ഡിഗ്രി ആണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ് ഡിഗ്രി എന്ന് പറയുന്നത്? ഡിഗ്രി ഈസ് ദ ഡിഗ്രി അല്ലെങ്കിൽ ദ പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അല്ലെ, ഇതിലെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ പവർ ആണ് ഇതിന്റെ ഡിഗ്രി ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഡിഗ്രി ഈസ് 3. അല്ലെ, ഒരു മാർക്കിന്. ഇത് 2023 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലെ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx ഈക്വൽ ടു 1 + x² × 1 + y². 3 മാർക്കിന് അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുള്ള ചോദ്യമാണ്. ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കി മാറ്റിയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ. അപ്പോൾ dy അവിടെ നിർത്താം, dx-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. dy ഇവിടെ ഉണ്ടാവും, dx അപ്പുറത്തെ സൈഡിലും ഉണ്ടാവും. അപ്പുറത്തെ സൈഡിൽ dx-ന്റെ കൂടെ ആരുണ്ടാവും? 1 + x² കാണും അല്ലെ, ഇൻറ്റു dx. ഈ 1 + y² താഴെ വരും, അപ്പൊ ഇവിടെ വരും 1 + y². ഇപ്പോൾ രണ്ട് ഭാഗത്തേക്കും വാരിയബിൾസ് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക വാരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ. ഇന്റഗ്രൽ dy/1 + y² ഈക്വൽ ടു ഇന്റഗ്രൽ 1 + x² ഇൻറ്റു dx. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/1 + x² ഇന്റഗ്രൽ tan ഇൻവേഴ്സ് x ആണ് അല്ലെ. അപ്പൊ ഇത് tan ഇൻവേഴ്സ് y. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും? 1 ഇന്റഗ്രൽ x + x² ഇന്റഗ്രൽ x³ 3 പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൂടെ കാണും. ഇത്ര എഴുതി വെക്കാം. ചിലപ്പോൾ വേണമെങ്കിൽ y ഈക്വൽ ടു എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ടാൻ ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതുവരെ നിർത്തിയാലും മാർക്ക് കിട്ടും. ഓർ അതർവൈസ് y ഈക്വൽ ടു ടാൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ എഴുതാം. x + x³ 3 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c എന്നും എഴുതാം. അപ്പൊ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ എഴുതാം. ബുദ്ധിമുട്ടുകളില്ല. ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്ത നോക്കൂ. മൂന്നാമത്തെ ചോദ്യം. റൈറ്റ് ദ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി ആണ് അഗൈൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ഡിഗ്രി ആണ് നമ്മൾ എഴുതുന്നത്. ഇതാണ് ഇവിടുത്തെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് d²y/dx². അപ്പൊ അതിന്റെ പവർ ആണ്, അതിന്റെ ഡിഗ്രി ആണ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് 1 ആണ് അല്ലെ. ഇതും ഒരു മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. 2022 മാർച്ചിലെ ചോദ്യമാണ്. അടുത്ത നോക്കാം. നാലാമത്തെ ചോദ്യം. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx ഈക്വൽ ടു 2x / y². വാരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യാം അല്ലെ. ഈ y² ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ y² dy ഈക്വൽ ടു ഈ dx-നെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ 2x dx. ഇന്റഗ്രേറ്റ് ചെയ്യാൻ രണ്ട് സൈഡിലും. ഇന്റഗ്രൽ y dy ഈക്വൽ ടു ഇന്റഗ്രൽ 2x dx. ഇന്റഗ്രേറ്റ് ചെയ്താൽ y-യുടെ ഇന്റഗ്രൽ y²/2 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു കോൺസ്റ്റന്റ് ആണ് x-ന്റെ ഇന്റഗ്രൽ x²/2. ഇങ്ങനെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൂടെ ഉണ്ട്. ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാം. Therefore y²/2 is equal to x² + c എന്ന് എഴുതാം. വേണമെങ്കിൽ ഈ 2-നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് y² ഈക്വൽ ടു 2x² + 2c എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാലും എഴുതിയില്ലേലും നിങ്ങൾക്ക് മാർക്ക് ഫുൾ ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണിത്. ക്വസ്റ്റ്യൻ നമ്പർ 5. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാം. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? dy/dx + py = q. ഇവിടെ പിയും ക്യൂവും എക്സിലുള്ള ഫംഗ്ഷൻസോ അല്ലെങ്കിൽ കോൺസ്റ്റൻസോ ആയിരിക്കണം. ഇതുപോലെ തന്നെ മറ്റൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനും ലീനിയർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. dx/dy + px = q അല്ലെ. ഇവിടെ പിയും ക്യൂവും വൈയിലുള്ള ഫംഗ്ഷനോ കോൺസ്റ്റന്റോ ആയിരിക്കണം അല്ലെ. അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആക്കി മാറ്റാൻ നമുക്ക് ഇതിന് ഇവിടെ എക്സ് ഉള്ളതുകൊണ്ട് ത്രൂ ഔട്ട് ഇക്വേഷൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണേ. അപ്പൊ dy/dx - y/x ഈക്വൽ ടു 2x² എന്ന് പറയുമ്പോൾ x എന്ന് വരും അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? p എന്ന് പറയാം. y-യുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻ ആണ് p. p is -1/x ആൻഡ് q എന്ന് പറയുന്നത് 2x. ഇവിടെ q-ന്റെ ആവശ്യമൊന്നുമില്ല. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ if is equal to e⁻∫pdx അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻∫ p എന്ന് പറയുന്നത് -1/x dx. ആ മൈനസിനെ പുറത്തേക്ക് എടുക്കാം. e⁻⁻1/x ഇന്റഗ്രൽ log x അല്ലെ.
ഈ മൈനസ് ഇതിന്റെ പവർ ആയിട്ട് നമുക്ക് കൊടുക്കാം ഇ റേസ് ടു ലോഗ് എക്സ് റേസ് ടു മൈനസ് 1. ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എക്സ് റേസ് ടു മൈനസ് 1 കിട്ടും. ദാറ്റ് ഇസ് 1/x ആണ് ഇവിടുത്തെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. 1/x ആണ് ആൻസർ വരിക. 5ാമത്തെ ചോദ്യം. 6ാമത്തെ ചോദ്യം നോക്കാം. ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. dy/dx മൈനസ് y ഈക്വൽ ടു കോസ് എക്സ് അല്ലെ. അഗൈൻ ഇത് നമുക്ക് എന്തായിട്ട് പറയാം? ലീനിയർ ഇക്വേഷൻ ആയിട്ട് പറയാം അല്ലെ. ഈ ഫോമിൽ dy/dx പ്ലസ് py ഈക്വൽ ടു q എന്ന് പറയുന്ന ഫോമിലുള്ള ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൽ ഇവിടുത്തെ ഇക്വേഷൻ എഴുതുമ്പോൾ dy/dx മൈനസ് y ഈക്വൽ ടു കോസ് എക്സ് എന്ന് എഴുതുമ്പോൾ പിയും ക്യൂവും നമ്മൾ എഴുതണം. എന്താണ് p is -1 and q is cos x. ശരിയല്ലേ? അപ്പോൾ ഇതിന് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ is e raised to integral p dx. That is equal to e raised to integral -1 dx അല്ലേ. That is e raised to minus x എന്ന് കിട്ടും. ഇതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. Therefore സൊല്യൂഷൻ എങ്ങനെ നമ്മൾ എഴുതും? സൊല്യൂഷൻ is y into integrating factor is equal to integral q into integrating factor dx plus constant of integration c അല്ലേ. ഇതിവിടെ നമ്മൾ ആവശ്യമുള്ള നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും നോക്കിയേ. y into integrating factor is e raised to minus x equal to q into q ഇവിടെ cos x ആണ് and e raised to minus x ആണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി എന്ന് വരും. ഇത് സോൾവ് ചെയ്തെടുക്കണം നമ്മൾ. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കുറച്ച് വലിയൊരു ടൈപ്പ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. അതിലൊരു കാര്യം കൂടെ ഞാൻ ഇവിടെ പറയാം. നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് ഒരു ഫോർമുല ഞാൻ പഠിപ്പിക്കാം. അത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാനായിട്ട് പറ്റും. ഇ റേസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു b cos bx plus a sin bx. b cos bx plus a sin bx എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, b cos bx പ്ലസ് ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. a cos bx ഇത് b ആണ് കേട്ടോ. a cos bx പ്ലസ് b sin bx. a cos bx പ്ലസ് b sin bx എന്നുള്ള ഫോർമുലയാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഇക്വേഷൻ എഴുതുമ്പോൾ സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഇനി ഇതിന്റെ സൈൻ വന്ന് എന്താ ചെയ്യുക? ഇ റേസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ്. അതിനും നിങ്ങൾക്ക് ഫോർമുല പഠിച്ചു വെക്കാം. ഡി എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു ഇവിടെ സൈൻ ആണ് വരുന്നതുകൊണ്ട് ആദ്യം സൈൻ വരും. എ സൈൻ ബി എക്സ് മൈനസ് ആയിരിക്കും അടുത്തത് ബി കോസ് ബി എക്സ്. b cos bx. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ സൈനിന്റെയും കോസിന്റെയും ഇ റേസ് ടു എ എക്സ് ഇൻറ്റു കോസ് എക്സ് അല്ലെങ്കിൽ ഇ റേസ് ടു എ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഒക്കെ വരുമ്പോൾ ചെയ്യേണ്ടത്. ഇവിടുത്തെ ഈ ഇക്വേഷനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് ആൻസർ പറയാം അല്ലെ. ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ. എ എന്ന് പറയുന്നതിനകത്ത് -1 ആണ് അല്ലെ. എ ഈസ് -1 ആൻഡ് ബി ഇസ് 1. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇൻ കോസ് ആണ് ബി, അത് 1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടാം? നമ്മുടെ ഇക്വേഷൻ y e raised to minus x equal to e raised to -1 minus x minus 1 ax ഉണ്ട് minus x divided by -1 square plus 1 square into a എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ മൈനസ് കോസ് എക്സ്, ബി എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ടാണ് കേട്ടോ മൈനസ് കോസ് എക്സ് എഴുതിയത്. ആൻഡ് ബി ഇസ് അഗെയിൻ 1 ഇൻറ്റു സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സ് കിട്ടും. ഓക്കെ, പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. അപ്പോൾ ഫൈനൽ ആൻസർ ആയി നമുക്ക് എങ്ങനെ എഴുതാം? This is equal to e raised to minus x by 2 into sin x minus cos x എന്ന് വരും. പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c. y equal to y into e raised to minus x. വേണമെങ്കിൽ ത്രൂ ഔട്ട് ഇക്വേഷൻ e raised to minus x കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ y equal to sin x minus cos x by 2 plus e raised to x എന്ന് എഴുതാം. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുവരെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം. ഇതാണ് ഇതിലെ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് ഇനി നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ മാത്തമാറ്റിക്സ് ഉള്ള ഇൻ്റഗ്രേഷൻ ഉള്ള എഞ്ചിനീയറിങ്ങിനോ അങ്ങനെ BScക്കോ അങ്ങനെയുള്ള സയൻസ് സബ്ജക്ട്സിനൊക്കെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് അത്യാവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെച്ചോളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. അടുത്തത് ഇതിപ്പോൾ നമ്മൾ ചെയ്ത് 6ാമത്തെ ചോദ്യം. ഇനി 7ാമത്തെ ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 7. Order and degree of the differential equation ds by dt the whole raised to 4 plus 3 into d square s by dt square equal to 0.
ഇതിലെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഇത് ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ഉള്ളതുകൊണ്ട് ഓർഡർ 2 ആണ്. അതിന്റെ പവർ ആണ് നമ്മൾ ഡിഗ്രി ആയിട്ട് പറയാം. ഡിഗ്രി ഈസ് 1 അല്ലെ. ഇതിന്റെ ഹോൾ റേസ് ടു 1 വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഡിഗ്രി 1 ഓർഡർ 2 ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. അടുത്ത ചോദ്യം നോക്കാം. 8ാമത്തെ ചോദ്യം സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റൻ ആണ്. സോൾവ് dy by dx plus y by x equal to x square. ലീനിയർ ആണ് അല്ലെ. dy by dx plus py ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്ന ലീനിയർ ഫോർമാറ്റ് ആണ്. ഇവിടെ പി എന്ന് പറഞ്ഞാൽ 1/x എന്ന് എഴുതാം അല്ലെ. ക്യൂ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇ റേസ് ടു ഇന്റഗ്രൽ 1/x dx എന്ന് എഴുതാം. 1/x ഇന്റഗ്രൽ log x ആണ്. അപ്പൊ ഇ റേസ് ടു log x എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഇയും ലോഗും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എക്സ് എന്ന് കിട്ടും ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഈ സൊല്യൂഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? സൊല്യൂഷൻ ഇസ് y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ് ഇൻറ്റു എക്സ് ഡി എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. എക്സ് ക്യൂബിനെ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബ് ആണ്. എക്സ് ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റേസ് ടു 4/4 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. ഇവിടെ വൈ എക്സ് എന്ന് കിട്ടും ചെയ്യും. ഓക്കെ, ഇത്രയും മതി. ആൻസർ കംപ്ലീറ്റ് ആവും. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെക്കാട്ടോ ത്രൂ ഔട്ട്, നിർബന്ധമൊന്നുമില്ല. 8ാമത്തെ ചോദ്യം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 9 കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കോസ് സ്ക്വയർ എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടാൻ എക്സ്. ഇതിന്റെ ഡിഗ്രി എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഡിഗ്രി എന്താണെന്ന് പറയാം. ഡി വൈ ബൈ ഡി എക്സ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിന്റെ പവർ 1 ആയതുകൊണ്ട് ഡിഗ്രി ഈസ് 1. ഇതിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ഇത് ലീനിയർ ആക്കി മാറ്റണം. കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കോസ് സ്ക്വയർ എക്സ് എന്തായി മാറും? സീക് സ്ക്വയർ എക്സ് ആയിട്ട് മാറും അല്ലെ. ഇൻറ്റു വൈ ഈക്വൽ ടു ടാൻ എക്സ് ഇൻറ്റു സീക് സ്ക്വയർ എക്സ്. ശരിയല്ലേ? ഇവിടുത്തെ പി എന്ന് പറയുന്നത് എന്താണ്? സീക് സ്ക്വയർ എക്സ് ആണ്. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ നോക്കിക്കേ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഇ റേസ് ടു ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് വരും. ശരിയല്ലേ? ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് എന്താ? ടാൻ എക്സ് അല്ലെ. അപ്പൊ ഇ റേസ് ടു ടാൻ എക്സ് ആയിരിക്കും അവിടുത്തെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജനറൽ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. അപ്പൊ അത് വെച്ച് നമുക്ക് ചെയ്യാം. y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഇ റേസ് ടു ടാൻ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ടാൻ എക്സ് ഇൻറ്റു സീക് സ്ക്വയർ എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു ടാൻ എക്സ് ഡി എക്സ് കിട്ടും അല്ലെ. പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്താ കൊടുക്കാം? അപ്പൊ ടി ഈക്വൽ ടു ടാൻ എക്സ് കൊടുക്കാം. ടി ഈക്വൽ ടു ടാൻ എക്സ്. അപ്പൊ ഡി ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും നോക്കി? സീക് സ്ക്വയർ എക്സ് ഡി എക്സ് വരും അല്ലെ. ഇവിടെ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് ഉണ്ട്. അതിന് പകരം നമുക്ക് ഡി ടി കൊടുക്കാം. ഈ സൈഡ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇന്റഗ്രൽ ടാൻ എക്സിന് പകരം ടി ആ കൊടുക്കുന്നത്. ഈ സീക് സ്ക്വയർ എക്സ് ഡി എക്സിന് പകരം ഡി ടി കൊടുക്കുന്നു. അപ്പൊ ഇ റേസ് ടു ടാൻ എക്സിന് പകരം ഇ റേസ് ടു ടി ടി. ഓക്കെ, പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. ഇവിടെ നമുക്കൊരു ചെയിൻ റൂൾ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് സത്യത്തിൽ. അത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ടി അതൊരു ബ്രാക്കറ്റിൽ ഇടുക. സെക്കൻഡ് ഫംഗ്ഷൻ അതിന്റെ ഇന്റഗ്രൽ എഴുതുന്നത് ഇ റേസ് ടു ടി, അതും ഒരു ബ്രാക്കറ്റിൽ ഇടുക. ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്കണ്ട, ഈ രണ്ട് ബ്രാക്കറ്റുകൾ നോക്കുക. ഫസ്റ്റ് ബ്രാക്കറ്റിൽ കാണുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ടിന്റെ ഡെറിവേറ്റീവ് 1 അല്ലെ. സെക്കൻഡ് ബ്രാക്കറ്റിൽ കാണുന്ന ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എടുക്കുക ഇ റേസ് ടു ടി. ഇത് മൈനസ് ആണ്, ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ മാറുന്നതുകൊണ്ട് അത് മൈനസ് ആയതിടാം. ഇനി പ്ലസ് കൊടുക്കുക. ഫസ്റ്റ് ബ്രാക്കറ്റിൽ കാണുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0. സെക്കൻഡ് ബ്രാക്കറ്റിൽ കാണുന്ന ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു ടി തന്നെ. 0 ആയതുകൊണ്ട് പിന്നെ അവിടെ നിർത്താം അല്ലെ. ആൻസർ എന്ത് കിട്ടും നോക്കിയേ? ടി ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു ടി പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. ദെൻ ആ ടി എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആയിരുന്നു. മാറ്റി എഴുതിയാൽ ടാൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു ടാൻ എക്സ് മൈനസ് ഇ റേസ് ടു ടാൻ എക്സ് പ്ലസ് സി എന്ന് വരും. ഇതെന്തായിരുന്നു? y ഇ റേസ് ടു ടാൻ എക്സ് ആയിരുന്നു അല്ലെ. ഇത്രയും എഴുതിയാൽ മതി. വേണമെങ്കിൽ ഇ റേസ് ടു ടാൻ എക്സിനെ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന y ഈക്വൽ ടു ടാൻ എക്സ് മൈനസ് 1. രണ്ടിലും ഇ റേസ് ടു ടാൻ എക്സ് കൊണ്ട് കോമൺ ആയിട്ട് എടുത്ത് കട്ട് ചെയ്യാൻ പറ്റും. പ്ലസ് സി ബൈ ടാൻ എക്സ്, സി ബൈ ഇ റേസ് ടു ടാൻ എക്സ് അല്ലെ. സി ബൈ ഇ റേസ് ടു ടാൻ എക്സ് ഇങ്ങനെ വരും. ഇതും ഇതിന്റെ ആൻസർ ആണ്. ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്.
ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.